തെക്കൻ കേരളത്തിൽ പത്തനംതിട്ടയിലും കൊല്ലത്തുമാണ് അതിശക്തമായ മഴ പെയ്തതുകൊണ്ട് രണ്ട് കാര്യങ്ങളുണ്ടായി. അത് ഒന്ന് പ്രധാനമായും വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു. മറ്റൊന്ന് വെള്ളക്കെട്ട്, താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. അക്ഷയ് സൂചിപ്പിച്ചതുപോലെ തിരുവല്ല ഭാഗത്തും ഒപ്പം ശാസ്താംകോട്ടയിലുമാണ് താഴ്ന്ന പ്രദേശങ്ങളിലേക്കാണ് വെള്ളക്കെട്ടുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ടായത്. പത്തനംതിട്ടയിൽ 6 താലൂക്കുകളിലായി 71 വീടുകൾക്കാണ് നാശനഷ്ടമുണ്ടായത്. അത്തരത്തിൽ വലിയ നാശം പത്തനംതിട്ട ജില്ലയിലുണ്ടായി. പിന്നെ കക്കി ആനത്തോട് ഡാമിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. അതിൽ ജാഗ്രതാ നിർദ്ദേശം പാലിക്കാൻ അറിയിച്ചിട്ടുണ്ട്. ശാസ്താംകോട്ടയിൽ കട ഇടിഞ്ഞ് താഴുന്ന സ്ഥിതിവിശേഷമുണ്ടായി. 23 വർഷത്തിന് മുൻപ് കോൺക്രീറ്റിൽ പണിഞ്ഞ കടയാണ് ഇടിഞ്ഞു താണു പോയത്. അത്തരത്തിൽ മഴ പ്രധാനമായും ഈ തെക്കൻ ജില്ലകളിലേക്ക് വന്നാൽ പത്തനംതിട്ടയിലും കൊല്ലത്തുമാണ് കെടുതികളുണ്ടാക്കിയത്. അത് ഏറ്റവും പ്രധാനമായി ഈ കെട്ടിടങ്ങൾ ഇടിഞ്ഞു താഴുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. ഒപ്പം വെള്ളക്കെട്ട് രൂപപ്പെട്ടു. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് ഇടവിട്ട് അതിശക്തമായ മഴ പെയ്തെങ്കിലും വെള്ളക്കെട്ടിലേക്ക് കാര്യങ്ങളൊന്നും പോയിട്ടില്ല. തുടർന്നുള്ള ദിവസങ്ങളിലും അലർട്ടുകളില്ലെങ്കിൽ പോലും ജാഗ്രത പാലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാറ്റ് തന്നെയാണ് മഴ പെയ്യുമ്പോൾ തെക്കൻ ജില്ലകളിൽ പ്രശ്നമാകുന്ന ആ കാറ്റ് ഇവിടെയും പ്രശ്നമാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രധാനമായും ഇപ്പോൾ മഴ എന്തായാലും ഇപ്പോൾ ഈ ജില്ലകളിൽ ശമിച്ചിട്ടുണ്ട്. വെള്ളക്കെട്ട് പതിയെ വെള്ളം തിരിച്ചിറങ്ങി പോകുന്നുമുണ്ട്. എന്നാൽ നാളെയും ഇത്തരത്തിൽ മഴ പെയ്യുകയാണെങ്കിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം ഈ കെട്ടിടങ്ങൾക്കും കേടുപാട് സംഭവിക്കാൻ സാധ്യതയുണ്ട്.